ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പെക്സിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പെക്സിൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത് ട്രേഡവേർട്ടിൻ്റെ അക്കൗണ്ട് എടുക്കാനാണ് പറഞ്ഞിരുന്നത്. നിഞ്ച അവൈലബിൾ ആണ്. നിഞ്ചയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ നിഞ്ചയുടെ സെറ്റിങ്സ് കുറച്ച് റിതമിക്ക് പോയി അങ്ങനെ കണക്ഷൻ സെറ്റിങ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ട്രേഡ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടീസാണ്. കുറച്ച് പ്രൊഫഷണൽ ടച്ചപ്പിലുള്ളൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് തുടക്കത്തിൽ നിഞ്ചിലുണ്ടാകും. നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കണം നിഞ്ച ട്രേഡർ എടുക്കേണ്ടത്. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ട്രേഡ് ബോട്ടിൻ്റെ അക്കൗണ്ട് എടുത്തതിന് ശേഷം എങ്ങനെ ട്രേഡ് ബോട്ട് ടു ട്രേഡിംഗ് വ്യൂ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം അപ്പെക്സ് ട്രേഡർ ഫണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിൽ പോവുക. നിങ്ങൾ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് വരും. അവിടെ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് യൂസർ നെയിം ഉണ്ടാവും. ഈ യൂസർ നെയിം കോപ്പി ചെയ്തിട്ട് ട്രേഡ് ബോട്ടിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക. കോപ്പി ചെയ്തിടുക. അതേപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ കോപ്പി ചെയ്തിടുക. ട്രേഡ് ബോട്ട് എടുക്കുക. നമ്മൾ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ യൂണിഫോം സബ്സ്ക്രിപ്ഷൻ എഗ്രിമെൻ്റ് ഉണ്ട്. അത് നമ്മൾ മെയിനായിട്ട് നോൺ പ്രൊഫഷണൽ വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫഷൻ ഇത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകുക. വീണ്ടും ഒരു ഇത് വരുന്നുണ്ട്, സൈൻ യൂണിഫോം സബ്സ്ക്രൈബർ എഗ്രിമെൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് മന്ത്ലി നമ്മൾ ഡാറ്റ കൊടുക്കാം, ഡാറ്റയുടെ ഫീസ് കൊടുക്കാം എന്നുള്ളത്. നമുക്ക് മന്ത്ലി ഡാറ്റ വരുന്നത് 40 ഇപ്പോൾ എത്രയാണോ നിങ്ങൾ എടുത്തേക്കുന്നത് ആ അക്കൗണ്ട് സൈസിൻ്റെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് മന്തും വരിക. ഇൻ കേസ് നിങ്ങൾ ഫെയിൽ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അത് റീസെറ്റ് ചെയ്ത് വരും. 50K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 49,500 ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീസെറ്റ് ചെയ്ത് 50K അക്കൗണ്ടിലേക്ക് ആക്കി തരും. അതേപോലെ നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിൽ ആ സെയിം അക്കൗണ്ട് സൈസ് തന്നെ നമുക്ക് ആ പ്രോഫിറ്റ് അനുസരിച്ചിട്ടുള്ള അക്കൗണ്ട് സൈസ് റീസെറ്റ് ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങളാണുള്ളത്. നിങ്ങളത് ഇൻ കേസ് നിങ്ങൾ അത് പ്രോഫിറ്റിലേക്ക് എത്തി നിങ്ങൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ $105 അക്കൗണ്ട് സൈസ് ഏതാണോ അതിനനുസരിച്ച് പേ ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഇവരുടെ ഓഫറിനുള്ള സമയത്ത് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ $49 ആണോ വരുന്നത് ആ ഡോളർ തന്നെ നമുക്ക് എന്താ പറയുക ലൈവ് അക്കൗണ്ട് ആവുമ്പോഴും ലൈഫ് ടൈമായിട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഓഫർ ചില സമയങ്ങളിലൊക്കെ അവർ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഫറും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ സൈൻ ചെയ്യുക എഗ്രിമെൻറ്റ്. അതേപോലെ തന്നെ ഇവിടെ സിഗ്നേച്ചർ എന്നുള്ളത് എടുത്ത് നമ്മൾ നിങ്ങളുടെ പേര് എങ്ങനെയാണോ മുകളിൽ ടൈപ്പ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. മുഹമ്മദ് അനസ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ പേര് വേണ്ടിയിട്ട് അനസ് ANAS. ഓക്കെ, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതേപോലെ ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഇന്നാണ് നമ്മൾ സൈൻ ചെയ്യണമെങ്കിൽ ആ ഡേറ്റും കൂടി അവിടെ വരും. അത് നമ്മൾ സൈൻ കൊടുക്കാം. നമ്മൾ സൈൻ എഗ്രിമെൻറ്റ് അവരായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും പാസ്വേഡും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ നമുക്ക് ട്രേഡിംഗിൻ്റെ വീണ്ടും ഒന്നുകൂടി ലോഗിൻ ഓപ്ഷനിലേക്ക് പോകാം. അതിനുശേഷം എവിടെ നിന്നാണ് ആ എഗ്രിമെൻറ്റിന് ശേഷം വീണ്ടും എഗ്രിമെൻറ്റ് കുറച്ച് കൂടുതലുണ്ട്, അക്സെപ്റ്റ് ചെയ്യുക. ആക്സസ് സിമുലേഷൻ എന്നുള്ള മോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടേക്കുന്ന അക്കൗണ്ടിൻ്റേത് ഇവിടെ അപ്പെക്സിൻ്റെ ആണോ എന്നുള്ള അറിയാനായിട്ട് ഈ ഒരു ഇതുമായി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഞാൻ അപ്പെക്സിൻ്റെ ഈ അക്കൗണ്ട് എടുത്തു, ട്രേഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്കൊക്കെ ചെയ്തു, ട്രേഡൊക്കെ വീണു. പക്ഷേ അതിനുശേഷം വീണ്ടും ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയപ്പോൾ ഞാൻ പണ്ട് എടുത്തിരുന്ന അപ്പെക്സിൻ്റെ അല്ല ട്രേഡ് ബോട്ടിൻ്റെ ഒരു മെയിൽ ID വെച്ച് കയറിയേക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടാണ് ലോഗിൻ ചെയ്ത് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നു. ഞാൻ അതിനകത്ത് ട്രേഡ് എടുത്ത് പ്രോഫിറ്റായി. അതൊക്കെ പ്രോഫിറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലോസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പോഴാണ് അവർ ഓട്ടോ കട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു $1000 അടുത്ത് എനിക്ക് ലോസ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ബോട്ട് എടുക്കുന്നവർ ട്രേഡിംഗ് വ്യൂയിലേക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂയിലേക്ക് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു റൈറ്റ് സൈഡിൽ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ആഡ് ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആഡ് ഓൺ ട്രേഡിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് ട്രേഡിംഗ് വ്യൂ ആക്ടിവേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് ഫ്രീ കാര്യങ്ങളുണ്ട്, ഓട്ടോ ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ടിക് സ്ട്രീം അത് ഫ്രീ ഉണ്ട്, ഫ്രീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാം ഇതും നമുക്കൊന്ന് വെറുതെ എന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, ഗ്രൂപ്പ് ട്രേഡ് എന്നുള്ളതുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുന്നു. ബാക്കി നമുക്ക് ട്രേഡിങ്ങിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. കാരണം എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആളുടെ അക്കൗണ്ട് എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ട്രേഡ് വീണാൽ തന്നെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നേരെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ആക്സസിലേക്ക് പോകാം. ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ ലൈവ് ഓപ്ഷൻ ഉണ്ടാവും, ഡെമോ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് ഡെമോ ആണ്. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഗോൾഡ് ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നത് GC1 എന്ന് പറയുന്ന ഇതാണ് വരുന്നത്, ഗോൾഡ് ഫ്യൂച്ചർ. നിങ്ങളിവിടെ GC എന്ന് പറയുന്ന ഇതിലേക്ക് വരാം. ഫ്യൂച്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഗോൾഡ് എന്ന് അടിച്ചാലും മതിയാവുമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഗോൾഡ് ഫ്യൂച്ചർ എന്നുള്ളത് വരും. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GC1 ആണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് മെയിൻ ലോട്ടായിരിക്കും വരിക. അതേപോലെ നിങ്ങൾക്ക് മിനിയാണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് MGC എന്നടിക്കുക. അപ്പോൾ
അപ്പോൾ ഇത് ഓരോ മന്തിൽ ഒരു 3 months കൂടുമ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റ് കൂടും, മാറും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ MGCGJ 2025 എന്ന് പറയുന്നത് ഏപ്രിലിലെ കോൺട്രാക്ട്. ഇനി ഏപ്രിൽ വരെ നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്നുണ്ടെങ്കിൽ മെയിൻ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ GC1 എന്ന് പറയുന്നതാണ് മെയിൻ ഗോൾഡ്. മെയിൻ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ 2190 ഒരു പിപ്പ് മൂവ്മെൻറ്റ് മാറുമ്പോൾ നമുക്ക് $100 പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. മെയിൻ ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അതേപോലെ തന്നെ അപ്പെക്സിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ഇൻട്രാഡേ മാത്രമേ ഉള്ളൂ. സിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർ അലൗഡ് അല്ല. ഇത് ഈ പറഞ്ഞ പോലെ 0.10 എന്ന് പറയുന്ന ലോട്ട് സൈസാണ്. നമുക്കിപ്പോൾ ഇവിടെ 5 ലോട്ട് വരെ എത്ര ലോട്ട് വരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി ഇവരുടെ പെയറായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവരുടെ അപ്പെക്സിൻ്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഏതൊക്കെ പെയർസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ BTCയിലും ഇവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. BTC കോമാക്സിലായതുകൊണ്ട് തന്നെ ബിനാൻസിൻ്റെ BTC ഇവിടെ അവൈലബിൾ ആണ്. CME എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് BTC ഫ്യൂച്ചർ ആയതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ അലൗഡ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ട്രേഡിംഗ് വ്യൂ ആക്സസ് ഉള്ള ട്രേഡ് ബോട്ടൻ എടുക്കുക. നിഞ്ച നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ട് ഇവരായിട്ട് ഫെമിലിയർ ആയതിനു ശേഷം മാത്രം നിഞ്ചയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്. അതിൽ വേണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡിസ്കഷൻ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സൊക്കെ പേ ഔട്ടിൻ്റെ സമയത്തൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് റെഫറൽ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ.